ഹലോ ഗായ്സ്, നമ്മൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണെന്ന് അറിയാമോ? ഇന്ന് വെട്ടുകാട് പള്ളിയിൽ തിരുനാൾ ഉത്സവത്തിന്റെ ലാസ്റ്റ് ഡേ ആണ്. ഞങ്ങൾ തിരുനാൾ ആഘോഷം കാണാൻ പോവുകയാണ്. കണ്ടോ ഗായ്സ്, അണ്ടർഗ്രൗണ്ട് വേ. ഇതിന്റെ രണ്ട് സൈഡിലും ബ്യൂട്ടിഫുൾ പെയിന്റിങ്സ് ആണ് ഉള്ളത്. നൈറ്റ് വ്യൂ കാണാൻ കിടുവാണ്. അങ്ങനെ നഗര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വെട്ടുകാട് എത്തി ഗൈസ്. ഇത് സ്കൂളിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട് ആണ്. ഞങ്ങൾ എത്തിയപ്പം തന്നെ അത്യാവശ്യം നിറയെ വണ്ടികളുണ്ടായിരുന്നു. ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. നമ്മുടെ തുമ്പിക്കുട്ടി പോകുന്നത് കണ്ടോ? അവൾ ഇപ്പം നടക്കാൻ പഠിച്ചതേ ഉള്ളു ഗൈസ്. നല്ല തിരക്കുണ്ടായിരുന്നു. വഴിയരികിൽ മനോഹരമായ നിറയെ കാഴ്ചകളുണ്ടായിരുന്നു. ചോയ്സും സ്വീറ്റ്സും ഡ്രസ്സുകളും അങ്ങനെ എല്ലാം. ഞാൻ ഇതൊക്കെ കാണാനാണ് ഇവിടെ വന്നത് ഗൈസ്. തുമ്പി ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത്. കണ്ടോ ഗൈസ് അവളെ മുഖത്തിലെ റിയാക്ഷൻ. കുറച്ചുകൂടെ നടന്നപ്പോൾ നമ്മൾ പള്ളിയിലെത്തി ഗൈസ്. തിരക്ക് കൂടി വരികയാണ്. തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് വെട്ടുകാട് പള്ളി. ഭാരതത്തിന്റെ രണ്ടാം അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ പുണ്യഭൂമിയാണ് ഈ വെട്ടുകാട് പള്ളി. 500 വർഷം പഴക്കമുള്ള ഈ ദേവാലയത്തിന് മാദ്രേ ദെ ദേവൂസ് എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. മാദ്രേ എന്ന ഇറ്റാലിയൻ വേർഡിന്റെയും ദെ ദേവൂസ് എന്ന പോർച്ചുഗീസ് വേർഡിന്റെയും സമ്മിശ്ര രൂപമാണ് ഈ പേര്. ദൈവത്തിന്റെ അമ്മ എന്നാണ് ഈ പദങ്ങളുടെ അർത്ഥം. കന്യാമറിയത്തിന്റെ നാമത്തിലാണ് ഇവിടുത്തെ ദേവാലയം സ്ഥാപിതമായിരിക്കുന്നത്. 1942 ക്രിസ്തു രാജന്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത്. പുതുക്കി പണി കഴിച്ച പുതിയ ദേവാലയത്തിന് ഒരുപാട് മനോഹരമായ കൊത്തുപണികളാണ് ഉള്ളത്. മാത്രവുമല്ല, ഈ ദേവാലയത്തിന്റെ താഴെ ഒരു മനോഹരമായ മ്യൂസിയവും ഉണ്ട്. നമുക്കിനി കുറച്ചു നേരം തിരുനാൾ ഘോഷയാത്ര കാണാം. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ ഘോഷയാത്രയ്ക്ക് കണ്ടിട്ട് നമ്മൾ നേരെ കടൽ കാണാനാണ് പോയത്.
ഇവിടുത്തെ തിരക്ക് കണ്ടോ ഗായ്സ്? 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ അതിഗംഭീരമായ സമാപന ആഘോഷമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് ഗായ്സ്. ഞാനും ഇച്ചും തുമ്പിയും കൂടെ ഒരുപാട് നേരം കടലിൽ കളിച്ച്. പപ്പ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്ന് അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഷോപ്പിംഗ് ഏരിയയിലോട്ട് പോവുകയാണ് ഗായ്സ്. ഇവിടെ നിറയെ ചെറിയ ചെറിയ ഷോപ്പുകളാണ്. സ്നാക്സ് ഐറ്റംസ്, ടോയ്സ്, ഐസ്ക്രീംസ്, ഫാൻസി, പാനിപൂരി, അങ്ങനെ ഇഷ്ടം പോലെ. നമ്മൾ നേരെ പോയത് ഒരു പാനിപൂരി കഴിക്കാനാണ്. അപ്പോഴാണ് ഗായ്സ് ഞാൻ സ്പ്രിംഗ് പൊട്ടാറ്റോ കണ്ടത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു ഗായ്സ്. അതുകൊണ്ട് എനിക്കൊരു സ്പ്രിംഗ് പൊട്ടാറ്റോ വാങ്ങിച്ച്. ഒരെണ്ണത്തിന് 70 രൂപയായിരുന്നു. നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു. അത് ഉണ്ടാക്കണ കാണാൻ ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മൾ സ്നാക്സും ചായയൊക്കെ കുടിച്ചിട്ട് ടോയ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. തിരക്ക് കൂടി കൂടി വരുന്ന കണ്ടോ ഗായ്സ്? പള്ളിയിൽ സൂപ്പർ ലൈറ്റ് ഷോ നടക്കുകയാണ് ഗായ്സ്. നോക്കൂ, എന്തൊരു തിരക്കാണ്. പള്ളിയിലെ ലൈറ്റ് സെറ്റിംഗ് കിടുവല്ലേ ഗായ്സ്? എത്ര വലുതാണല്ലേ ഈ പള്ളി. ഇതിന്റെ അടിയിൽ ഒരു ഫ്ലോറും കൂടി ഉണ്ട് ഗായ്സ്. അവിടെ ഒരു വലിയ മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ഷോ കണ്ടാലോ? പൊളിയല്ലേ? 10 ദിവസം നീണ്ടു നിന്ന തിരുനാൾ ഉത്സവം അങ്ങനെ കൊടിയടങ്ങി ഗായ്സ്. നമ്മൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. കാരണം നല്ല തിക്കും തിരക്കുമായിരുന്നു ഗായ്സ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഇക്കൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗായ്സ്. ബൈ.